നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചു കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തുന്നവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവനൊക്കെ സൈക്കോകളാണ്. രാവിലെ ഒരു ന്യൂസ് കാണാനിടയായി. കൊച്ചിയിൽ അംഗനവാടിയിൽ പഠിക്കുന്ന 3.5 വയസ്സുകാരി കൊച്ചിനെ അംഗനവാടിയിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്നൊരു വാർത്ത കാണാനിടയായി. കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ തലയൊക്കെ അങ്ങ് മരച്ചു പോകുന്ന പോലെ തോന്നുന്ന ഒരവസ്ഥയാണ്. ഈ കൊച്ചു കുഞ്ഞല്ലേ, ഈ കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെയാണ് ഇവനൊക്കെ മനസ്സ് വരുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കൊച്ചു കുഞ്ഞ്, ഇതിനെയൊക്കെ ഉപദ്രവിക്കാനൊക്കെ തോന്നുന്നവൻ്റെയൊക്കെ ആ ഒരു മാനസികാവസ്ഥ, ഇവനൊക്കെ സൈക്കോയാണ്. ഇത് അംഗനവാടിയിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഈ അംഗനവാടി ജീവനക്കാരതൊന്നും ശ്രദ്ധിച്ചില്ലേ? അവർ കുഞ്ഞുങ്ങളെ ഒന്നും ശ്രദ്ധിച്ചില്ലേ? ഈ പ്രതിയെന്ന് സംശയിക്കുന്ന 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ സ്ഥിരമായിട്ട് അംഗനവാടിയിൽ വരുന്ന ഒരു ചെറുപ്പക്കാരൻ. എന്തിനാണ് ഇവനൊക്കെ സ്ഥിരമായിട്ട് അംഗനവാടിയിൽ വരുന്നത്? ഇതൊന്നും അവിടെയുള്ള ജീവനക്കാർ കണ്ടില്ലേ, ശ്രദ്ധിച്ചില്ലേ? എങ്ങനെ തോന്നും ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെയുള്ള ക്രൂരത കാണിക്കാനായിട്ട്? എത്രയോ നല്ല അംഗനവാടി ജീവനക്കാരുണ്ട്. അവർക്കും കൂടെ ഇതൊരു നെഗറ്റീവ് ആകുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗമാണ്. അത് കൂടി വരികയാണ്. അതാണ് ഇങ്ങനെയുള്ള ന്യൂസുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ലഹരിയുടെ ഉപയോഗം. അതുമാത്രമല്ല, ഒരു പെൺകുട്ടിക്കെതിരെ ആക്രമണം നടന്നു കഴിഞ്ഞാൽ, ആ പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തക്ക ശിക്ഷ നൽകാത്തതാണ് ഇതിനൊക്കെ കാരണം. പേടിയില്ല. പിടിച്ചു കൊണ്ടുപോയി ജയിലിലിട്ട് നല്ല സുഭിക്ഷമായ ഭക്ഷണവും കഴിച്ച് അവിടെ ഇരിക്കുകയാണ്. പേടിയില്ല. അതാണ് ഒന്നാമത്തെ കാരണം. എത്ര കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ ഉപദ്രവിക്കപ്പെടുന്നത്? ഈ ലഹരിയുടെ ഉപയോഗം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ സ്കൂളിലേക്ക് കിലോമീറ്ററുകൾ നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. സ്കൂളിലേക്ക് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. കിലോമീറ്ററുകൾ നടക്കണം. അന്ന് ഞങ്ങളൊക്കെ നടന്നു പോകുന്നത് ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഒന്നിച്ചാണ്. അന്നൊന്നും ഇങ്ങനെയുള്ളൊരു പേടിയില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് നടന്നു പോകുന്നത്. എത്ര സുരക്ഷിതരായിട്ടാണ് ഞങ്ങൾ സ്കൂളിലെത്തുന്നതും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്നതും. ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും അമ്മമാർക്കൊക്കെ ഒരു ധൈര്യമായിരുന്നു. അവരൊന്നിച്ചാണല്ലോ സ്കൂളിലേക്ക് പോകുന്നത്, ഒന്നും പേടിക്കണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ധൈര്യമായിരുന്നു അന്ന്. പക്ഷെ ഇപ്പം അങ്ങനെ പറ്റുമോ? ഇല്ല. ഇപ്പം കുഞ്ഞുങ്ങളെ നടത്തി വിടാൻ പറ്റത്തില്ല. അല്ലെ വീട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കൊണ്ട് വിടണം. അങ്ങനെയൊക്കെ മാറിയിരിക്കുകയാണ് ഇപ്പം. എന്താണ് ഇനി പെൺകുട്ടികളെ, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നവരെയൊക്കെ പിടിച്ച് നല്ല ശിക്ഷ കൊടുക്കണം, തക്കതായ ശിക്ഷ കൊടുക്കണം. ഇതൊക്കെ സൈക്കോകളാണ്. എവിടേക്കാണ് ഇപ്പോഴത്തെ ഈ തലമുറയുടെ പോക്ക്? നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി എന്ന മഹാവിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ച് നീക്കാൻ
പറ്റട്ടെ. നമ്മുടെ കുട്ടികളെല്ലാം സുരക്ഷിതരായിട്ടിരിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.